ഇന്ന് ഗണേശോത്സവ വിശേഷങ്ങളിലേക്കാണ് കേട്ടോ നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകുന്നത്. നമ്മുടെ കേരളത്തിലെ ഗണേശോത്സവമല്ല, അങ്ങ് കർണാടകത്തിലെ ഗണേശോത്സവം. നാട്ടിലെ ഗണേശോത്സവത്തിന് പങ്കെടുക്കാൻ സാധിക്കാത്തൊരു വിഷമം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അന്നൊരു ട്രിപ്പ് കിട്ടിയിട്ട് കർണാടകത്തിലായിരുന്നു ഞാൻ. പക്ഷേ കർണാടകത്തിലെത്തിയപ്പോൾ ആ വിഷമങ്ങളൊക്കെ മാറി. അവിടെയും അന്ന് ഗണേശോത്സവമായിരുന്നു. തെരുവീഥികളൊക്കെ എന്ത് മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുള്ളത് നോക്കുക. അതിനിടയ്ക്ക് നല്ലൊരു മഴ വരുന്നുണ്ട്. ഈ മഴയെ അവരെങ്ങനെ അതിജീവിക്കും എന്നറിയാൻ എനിക്കും ആകാംക്ഷയുണ്ടായിരുന്നു. വഴിയോരങ്ങൾ കണ്ടോ, എല്ലായിടത്തും ഗണേശ വിഗ്രഹങ്ങളായിട്ട് ഓരോ വാഹനങ്ങളുണ്ട്. ചെറിയൊരു കുഞ്ഞൻ വാഹനം, അതിൽ ഗണേശ വിഗ്രഹമൊക്കെ കയറ്റി മക്കൾ സന്തോഷത്തോടെ ഭജനങ്ങളൊക്കെ പാടി മുന്നോട്ട് പോവുകയാണ്. അമ്മമാരും നാട്ടുകാരും ചേർന്ന് അതിനെ ആനയിക്കുന്നുണ്ട്. എനിക്ക് വളരെ സന്തോഷമായി ഇത് കണ്ടപ്പോൾ. ചെറിയ ലഘുവായ രീതിയിലാണ് ഇവർ നടത്തുന്നത്. അതുപോലെ തന്നെ ഗതാഗതം നോക്ക്, എന്ത് രസമല്ലേ. അവർ ആഘോഷങ്ങൾ അവരുടേതായ രീതിയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് നടത്തുന്നുണ്ട്. മറ്റുള്ളവരുടെ കാര്യങ്ങൾ അതിൻ്റെ വഴിക്ക് നടക്കുന്നുമുണ്ട്. ആർക്കും യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതിനിടയ്ക്ക് തകർത്തൊരു മഴ പെയ്തു. പക്ഷേ ഊർജ്ജം ഒട്ടും ചോരാതെ അവരവരുടെ ആഘോഷങ്ങൾ തുടർന്നു കൊണ്ടേയിരുന്നു. എന്ത് രസമല്ലേ കാണാൻ. അമ്മമാരും കുഞ്ഞുങ്ങളൊക്കെ ചേർന്ന് ഡാൻസ് കളിച്ച് ഭജനങ്ങളൊക്കെ പാടി ആർത്തുല്ലസിച്ച് അവർ ഗണേശനെ ആനയിക്കുകയാണ്. ഈ ഒരു ചെറിയൊരു നിമിഷം കൊണ്ട് ഞാൻ ആലോചിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു വ്യത്യാസമാണ്. നമ്മളെ നാട്ടിൽ പൊതുവേ ഞാൻ കണ്ടുവന്നിട്ടുള്ളത് ഗണേശോത്സവത്തിന് ഡി ജെയും പാട്ടും കൂത്തും ഒക്കെ വെച്ചിട്ട് ലക്ഷങ്ങൾ പൊടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. പക്ഷേ ഇവിടെ നോക്കൂ, എന്ത് ലഘുവായിട്ടാണ് അവർ നടത്തുന്നത്. ശരിക്കും ഇങ്ങനെയല്ലേ വേണ്ടത്. ഗണേശോത്സവമൊക്കെ നടത്തുമ്പോൾ അതിൻ്റേതായ രീതിയിൽ ചുരുങ്ങിയ ചിലവിൽ നടത്തിക്കൊണ്ടു പോകുന്നതല്ലേ അതിൻ്റെ ഭംഗി. പൈസ ഉണ്ടാക്കണം, പക്ഷേ അത് നല്ല കാര്യങ്ങൾക്ക്, മറ്റുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ചിലവഴിക്കുകയാണെങ്കിൽ അതായിരിക്കില്ല ഏറ്റവും കൂടുതൽ നല്ലത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ രാത്രി അവരുടെ ഭജനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഞാൻ കുറച്ച് സമയം ചിലവഴിച്ചു. ആ വിഗ്രഹം കണ്ടോ, ശിവൻ്റെ തോളിലിരിക്കുന്ന കുഞ്ഞു ഗണപതി, എന്ത് രസമല്ലേ കാണാൻ. അങ്ങനെ അവിടെ ഞാൻ കുറച്ച് സമയം ഇരുന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞാൻ എൻ്റെ യാത്ര തുടർന്നു. ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ, ഗണേശോത്സവത്തിൻ്റെ നമ്മുടെ നാടും കർണാടകവും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.